ഇത് കോഴിക്കോട്, aka Calicut. With an approximate population of 42 lakhs, Calicut stretches its arms to the southwestern Malabar coast. It was here in 1498 Vasco da Gama set foot on Indian soil. Calicut, with the spirit of football, thrives among passionate players. Every goal celebrates the pure love for the game. Yes, and the fashion capital of Kerala. Here, every street tells a story, and every moment is an invitation to explore. From beaches to biryani, from halwa to ice aradi, the best Sulaimani and the best sunsets. But there is something else about it. To jump over it is the aim, is the everyday aim. The moment when the legs and the mind stand together, when grace and agility comes together. And that's how we run off the limits. We are the Tracers. Hi all, I'm Legend, Kerala's first and only international certified parkour coach, and I'm from Koikod. So, Calicut ആണ് ട്രെയിൻ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഐ ഡു സ്കേറ്റ് ബോർഡിങ്, സ്ലാക്ക് ലൈനിങ്, മാർഷൽ ആർട്സ്. പിന്നെ ആദ്യം എന്ന് പറഞ്ഞ ഫിലിം ചെയ്യാൻ പറ്റി പ്രണവ് മോഹൻലാലിൻ്റെ കൂടെ. ഓൾസോ കളി എന്ന് പറഞ്ഞ മൂവി ചെയ്തു. ഇതൊക്കെ പാർക്കോർ ബേസ്ഡ് ആണ്. സോ വാട്ട് ഈസ് പാർക്കോർ? പാർക്കോർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മൂവ്മെൻറ്റ് ട്രെയിനിങ്. നമ്മൾ ഫിസിക്കൽ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ക്വിക്കസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് പോകുന്നൊരു ട്രെയിനിങ് ആണ് പാർക്കോർ എന്ന് പറയുന്നത്. ആൻഡ് വിത്തൗട്ട് എനി എക്യുപ്മെൻറ്റ്സ്. പാർക്കോർ ഡെവലപ്പ് ചെയ്യുന്നത് ഫ്രാൻസിൽ 1980s നമ്മുടെ വേൾഡ് വാർ ഫസ്റ്റ് ആ ഒരു ടൈമിൽ ഫ്രഞ്ച് നേവൽ ഓഫീസർ ആയിട്ടുള്ള ജോർജ് ഹെബർട്ട് എന്ന് പറഞ്ഞ ആൾ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് പോവാണ്. സോ അവിടുത്തെ സിവിലിയൻസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒബ്സ്റ്റക്കിളൊക്കെ ഓവർകം ചെയ്ത് പോകുന്നത് കണ്ടപ്പം ആൾക്ക് ഇൻസ്പയർഡ് ആയി. ലൈക്ക് എന്തുകൊണ്ട് ഇതേപോലൊരു ട്രെയിനിങ് മെത്തേഡ് അവരുടെ സോൾജേഴ്സിന് പ്രൊവൈഡ് ചെയ്തുകൂടാണ്. സോ അങ്ങനെ ആൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു ട്രെയിനിങ് മെത്തേഡാണ് റണ്ണിങ്, വാൾട്ടിങ്, ഒബ്സ്റ്റക്കിൾ ഓവർകമ്മിങ്, സ്വിമ്മിങ്, ക്ലൈംബിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു മൂവ്മെൻറ്റ് ട്രെയിനിങ് സെറ്റ് ചെയ്തു. ഇത് അവരുടെ നെക്സ്റ്റ് വാസിൽ നല്ലൊരു പ്രോഗ്രഷൻ ക്രിയേറ്റ് ചെയ്തു. സോ ഇത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് റെയ്മണ്ട് ബെൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ആൾ ഫയർ ഫൈറ്ററാണ്. സോ ആൾ ഇൻസ്പയർഡ് ആയിട്ട് ഇത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ലൈക്ക് ഓടുന്ന ബസ്സിൽ നിന്നും റിവറിലേക്ക് എടുത്ത് ചാടുക, അതേപോലെ തന്നെ ബാക്കിൽ ആളെ വെച്ചിട്ട് വലിയ വലിയ ബിൽഡിങ്സ് ക്ലൈംബ് ചെയ്യുക, ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് ജമ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ചും കൂടി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഇത് കണ്ടിട്ട് ലൈക്ക് ആളുടെ മകൻ ഡേവിഡ് ബെല്ലെ എന്നാണ് പേര് വരുന്നത്. സോ ആൾ ഇൻസ്പയർഡ് ആയി കുറച്ചുകൂടെ ലൈക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു മൂവ്മെൻറ്റിനെ മാറ്റി. എന്നിട്ട് ആളാണ് പാർക്കോർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. സോ അതിനു മുന്നേ ലൈക്ക് ആർട്ട് ഡ്യൂ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ ആയിരുന്നു ഈ മൂവ്മെന്റിന്റെ പേര് വരുന്നത്. ഓക്കെ, സോ ഡേവിഡ് ബെല്ലിനെയാണ് ഫാദർ ഓഫ് പാർക്കോർ എന്ന് അറിയപ്പെടുന്നത്. ഓൾസോ ആളൊരു 9 അംഗ മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ടീം ഉണ്ടാക്കണം. ആ ടീമിന്റെ പേരാണ് യമക്കാസി. യമക്കാസി എന്ന് പറയുന്നത് ലൈക്ക് ഇവരുടെ പാത്തിൽ ലൈക്ക് കൂടുതൽ ഒബ്സ്റ്റക്കിൾസ് ഇട്ടിട്ട് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ട് മൂവ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് യമക്കാസി എന്ന് പറയുന്നത്. അതിൽ ലൈക്ക് ഒരു മെമ്പറായിരുന്നു സെബാസ്റ്റ്യൻ ഫൂക്കൻ എന്ന് പറഞ്ഞത്. ആൻഡ് ഡേവിഡ് ബെല്ലിയും സെബാസ്റ്റ്യൻ ഫൂക്കൻ തമ്മിൽ ക്ലാഷ് ആവുകയാണ് മൂവ്മെന്റ് ട്രെയിനിങ്ങിനെ പറ്റിയിട്ട്. സെബാസ്റ്റ്യൻ ഫൂക്കൻ എന്നിട്ട് ബ്രിട്ടനിലേക്ക് വരുവാണ്. എന്നിട്ട് ആൾ പുതിയൊരു മൂവ്മെന്റ് ട്രെയിനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ് ഫ്രീ റണ്ണിങ്. സോ ഫ്രീ റണ്ണിങ് അവിടെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പർപ്പസിനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഗ്രാജുവലി ഫ്രീ റണ്ണിങ് അവിടെ നല്ല രീതിയിൽ ഡെവലപ്പായി. ആൻഡ് ഫൈനലി ലൈക്ക് ബ്രിട്ടൻ ആണ് 2016 പാർക്കോറിനെ ഒരു ഒഫീഷ്യൽ സ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്ത ഫസ്റ്റ് കൺട്രി. സോ ഞാൻ പാർക്കോറിലേക്ക് വരാനുള്ള റീസൺ എൻ്റെ ചൈൽഡ്ഹുഡ് ടൈംസിൽ ഞാൻ കുറേ ജാക്കി ചാൻ ഫിലിംസ് കാണാറുണ്ടായിരുന്നു. സോ അതിലുള്ള മൂവ്മെൻറ്റ്സ് ലൈക്ക് ഞാൻ ചെറുതാകുമ്പോൾ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. ലൈക്ക് ചെറിയ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഓവർകം ചെയ്യാൻ നോക്കുക, റൺ ചെയ്യുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഫുട്ബോളിലേക്ക് കയറി. അതിൽ അക്കാഡമീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഒരു 10th എത്തിയപ്പോൾ എനിക്ക് ഫുട്ബോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സോ ഒരു സൺഡേ ലൈക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബീച്ചിൽ പോയതാണ്. സോ അന്ന് ഫുട്ബോൾ കളിക്കാൻ പറ്റിയില്ല. പകരം അവിടെ കുറച്ച് വലിയ ചേട്ടന്മാർ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ചോദിക്കണം തോന്നി അവരോട്,
ജസ്റ്റ് ഡൗട്ട് അടിച്ചായിരുന്നു. എന്തായാലും പോയി ചോദിച്ചപ്പോൾ അവർ എന്നെ സപ്പോർട്ട് ചെയ്തു. ലൈക്ക് എനിക്ക് ബാക്ക് ഫ്ലിപ്പൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ബട്ട് അവർ സൺഡേസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞാൻ നെക്സ്റ്റ് ഡേ മുതൽ ഒറ്റയ്ക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സോ ഒരു റൗണ്ട് ഓഫ് ബാക്ക് ഫ്ലിപ്പ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ട്. സോ നെക്സ്റ്റ് സൺഡേ ആയപ്പോഴത്തേക്ക് ഞാനത് ഒറ്റയ്ക്ക് പഠിച്ചു. ലൈക്ക് അവരത് ലൈക്ക് അന്നൊരു വലിയ സംഭവമായിരുന്നു. സോ അവർ എന്നെ ആ ഒരു ടീമിൽ ആഡ് ചെയ്തു. ലൈക്ക് ഞാനായിരുന്നു ഏറ്റവും ചെറിയ മെമ്പർ ആ ഒരു ടീമിൽ. ആൻഡ് ഗ്രാജുവലി എൻ്റെ ഏജിലുള്ള ആൾക്കാർ വരാൻ തുടങ്ങി. നമ്മൾ ഫ്ലിപ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് പിന്നെ നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ വന്ന ടൈമിൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഫോണിലാണ് ഈ പാർക്കോർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ പറ്റി അറിയുന്നത്. ആൻഡ് ഇതിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും ആൻഡ് സ്വന്തമായിട്ട് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ്. ആസ് എ ബിഗിനർ എന്നുള്ള ലെവലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്. ഒരു 4 years 5 years യൂട്യൂബ് നോക്കിയിട്ട് മാത്രമാണ് പ്രാക്ടീസ് ചെയ്തത്. കാരണം ആ ഒരു ടൈമിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല പാർക്കർ പഠിക്കാൻ. അതുകൊണ്ട് തന്നെ പല ടൈപ്പ് ഇഞ്ചുറീസും പറ്റിയിട്ടുണ്ട് ആൻഡ് റിക്കവറിയും വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ചെയ്താൽ എന്തൊക്കെ പറ്റും എന്നുള്ള ഒരു നോളജ് ആ ഒരു ലെവൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഒരു 5 years 6 years കഴിഞ്ഞപ്പോഴാണ് സർട്ടിഫിക്കേഷൻ എടുക്കുന്നത്. സോ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് അഡാപ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഞാൻ എടുത്തത്. ആൻഡ് കേരളാസ് ഫസ്റ്റ് ആൻഡ് ഓൺലി ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ട്രെയിനറാണ്. സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ 1 year എടുത്തു. അതിൽ പ്രാക്ടിക്കൽ തിയറി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ യൂട്യൂബ് നോക്കി പഠിച്ച ടൈമിൽ കൂടുതലും ഫ്ലിപ്സ് എന്നുള്ളൊരു ലെവലിലായിരുന്നു പാർക്കോർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. കാരണം ഇപ്പോഴും കുറേ ആൾക്കാർ ഫ്ലിപ്പാണ് പാർക്കോർ എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അവിടെ പോയി പഠിച്ചപ്പം ലൈക്ക് കുറേ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് മുതൽ ലൈക്ക് എക്സ്ട്രീം മൂവ്മെൻറ്റ്സ് വരെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്ലിപ്പ് ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഫ്ലിപ്സ് എന്ന് പറഞ്ഞത് ലൈക്ക് നമ്മുടെ പാർക്കോറിലൊരു സെക്ഷൻ മാത്രമാണ്. അതിൽ വേറെയും കുറേ സെക്ഷൻസ് ഉണ്ട്. ലൈക്ക് വാൾട്ടിങ്, ജമ്പിങ്, ക്ലൈംബിങ്, ക്രൗളിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതിലൊരു പാർട്ട് മാത്രമാണ് ഫ്ലിപ്പ്. ആൻഡ് 1 year എടുത്തിട്ടാണ് ഞാൻ ആ ഒരു സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ഐ ആം ദ കേരളാസ് ഫസ്റ്റ് ആൻഡ് ഓൺലി ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് പാർക്കർ കോച്ച്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ജിം ആയിട്ടുള്ള ക്രോം കാലിക്കറ്റിൽ എനിക്ക് ട്രെയിനറായിട്ട് കയറാൻ പറ്റി. ആൻഡ് ഞാനിപ്പോൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ക്രോമിലാണ്. ക്രോം നമ്മുടെ കാലിക്കറ്റ് വെസ്റ്റിലാണ് വരുന്നത്. ഞാൻ ഫിലിമിലേക്ക് കയറിയത് ആദ്യം എന്ന് പറഞ്ഞൊരു ഫിലിമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് എൻ്റെ വീഡിയോസ് ഇൻ്റർനെറ്റിൽ കണ്ടിട്ട് എന്നെ വിളിക്കുന്നതാണ്. ആൻഡ് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം. ആൻഡ് നെക്സ്റ്റ് ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ കളി എന്ന് പറഞ്ഞൊരു ഫിലിമായിരുന്നു. സോ ഈ 2 ഫിലിമാണ് നമുക്ക് കേരളത്തിൽ പാർക്കോർ എന്താണെന്നുള്ള, അല്ലെങ്കിൽ പാർക്കോർ നാട്ടുകാർക്ക് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തൊരു ഫിലിം. സോ അതുകൊണ്ട് തന്നെ ലൈക്ക് ആൾക്കാരുടെ കോൺസെപ്റ്റ് മാറി. ഇപ്പം ആദ്യം പാർക്കോർ ചെയ്യുമ്പം ലൈക്ക് ഭ്രാന്തന്മാർ അല്ലെങ്കിൽ കുരങ്ങന്മാരെന്നൊക്കെ ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. സോ പിന്നീട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ലൈക്ക് ഇത് പാർക്കോർ അല്ലേ, ഇത് ആ ഫിലിമിലുള്ള സ്പോട്ടല്ലേ, അങ്ങനെ മാറി തുടങ്ങി. സോ ഗ്രാജുവലി പാർക്കോർ കേരളത്തിൽ ബിൽഡ് ആവാൻ തുടങ്ങി. പാർക്കോറിൻ്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ലൈക്ക് പാർക്കോർ എന്താണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. ലൈക്ക് യൂട്യൂബിൽ മാത്രമേ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതും ലിമിറ്റഡ് ആയിരുന്നു. സോ അത് വെച്ചിട്ട് ഞങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പഠിച്ചത്. ആൻഡ് ഗ്രാജുവലി അത് ബിൽഡ് ചെയ്ത് തുടങ്ങി. ലൈക്ക് കൂടുതലും ഈ ഫിലിംസിലും കൊമേഴ്ഷ്യൽ വീഡിയോസിലൊക്കെയാണ് നമുക്ക് പാർക്കോറിനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വരുന്നത്. ലൈക്ക് ത്രൂ ദാറ്റ് നമുക്ക് കൂടുതൽ അത്ലറ്റ്സ് ഉണ്ടാവാൻ തുടങ്ങി. ലൈക്ക് ഓൾ ഇന്ത്യ പുതിയ ജിംസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ലൈക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ലൈക്ക് കോമ്പറ്റീഷൻസിനെ പറ്റി മനസ്സിലാക്കാൻ തുടങ്ങി. സോ PKFR എന്ന് പറഞ്ഞ വേൾഡ് ഒരു ഫെഡറേഷൻ ഇതിനെ പറ്റി ഉണ്ടെന്ന് മനസ്സിലായി. സോ ഇവരുടെയൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ത്യയിൽ നമ്മൾ പുതിയ പാർക്കോറിൻ്റെ നെക്സ്റ്റ് ലെവൽ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ. സോ ഈ കോമ്പറ്റീഷൻസിലൊക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ മെയിൽസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഫീമെയിൽസിനെ നോക്കുകയാണെങ്കിൽ ലൈക്ക് മെയിലിനുള്ള അല്ലെങ്കിൽ ഒരു യൂത്തിനുള്ള ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിനുള്ള ഒരു സ്പോർട്ടാണെന്നുള്ള ലെവലിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്.
ആൻഡ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ നമുക്ക് കാണുന്ന വീഡിയോസാണ്. സോ ഈ വീഡിയോസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ അത്ലറ്റ്സും ലൈക്ക് അവരുടെ ബെസ്റ്റ് മാത്രമേ ലൈക്ക് ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. സോ ഇത് കാണുമ്പോൾ കുറച്ച് നമുക്ക് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര ഫിയർ ആവും, ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്രയും വലിയൊരു സംഭവം, ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിനിങ് മെത്തേഡ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ ജംപ്സ് മുതൽ തുടങ്ങിയിട്ടാണ് ചെയ്യുന്നത്. പാർക്കോറിന് ഇഞ്ചുറീസ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ലാക്ക് ഓഫ് നോളജ് ഇൻ പാർക്കോർ. ലൈക്ക് പാർക്കോറിനെ കുറിച്ച് കൂടുതൽ അറിയാതെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് ലൈക്ക് കൂടുതലും വലിയ മേജർ ഇഞ്ചുറീസ് ഒക്കെ വരാൻ ചാൻസസ് ഇല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോപ്പർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ അണ്ടറിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വരാൻ ചാൻസ് ലൈക്ക് അല്ലെങ്കിൽ കോമൺ ആയിട്ട് പാർക്കോറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ സ്പ്രെയിൻ അല്ലെങ്കിൽ നെക്ക് സ്പ്രെയിൻ, അല്ലാതെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് നമുക്ക് റിസ്റ്റിൽ അല്ലെങ്കിൽ പാമിൽ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഫോളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോളിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോഴുള്ള ചെറിയ സ്ക്രാച്ചസ് ആണ് വരാനുള്ള ചാൻസസ് ഉള്ള. അല്ലാതെ പാർക്കർ ഒരു വലിയൊരു ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ളൊരു സ്പോട്ടൊന്നുമില്ല. ലൈക്ക് നിങ്ങൾ അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആൻഡ് നിങ്ങൾക്ക് പാർക്കറിൽ ഒരു മേജർ ഇഞ്ചുറീസ് വല്ലതും പറ്റുവാണെങ്കിൽ ലൈക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഫിസിയോനെ കാണിക്കുക, അവരുടെ ഗൈഡ് ലൈൻസിൽ മാത്രം റിഹാബ് ചെയ്യുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാവുന്നതാണ്. ലൈക്ക് നിങ്ങൾ പാർക്കർ ചെയ്യുന്ന കൂടെ തന്നെ ലൈക്ക് ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ലൈക്ക് ഇപ്പോൾ കലിസ്തനിക്സ് അതേപോലെ വെയിറ്റ് ട്രെയിനിങ് ഇതൊക്കെ പാർക്കറിന് നല്ലതാണ്. നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ ആംഗിൾസിനൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് പാർക്കർ ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് പാർക്കർ ഇപ്പം സേഫ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഔട്ട്ഡോർ ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഒബ്സ്റ്റക്കിൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്സ്റ്റക്കിൾ സേഫ് ആണെന്ന് നോക്കുക, അതിൻ്റെ എഡ്ജസ് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കുക, അതിൽ സ്ലിപ്പറിക്ക് ചാൻസ് ഉണ്ടെന്ന് നോക്കുക. ആൻഡ് നമ്മൾ ആ ഒബ്സ്റ്റക്കിൾ ഓവർകം ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് നോക്കുക, അതുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളിപ്പോൾ ഇൻഡോറിലാണെങ്കിൽ പോലും അതിൽ ഇപ്പോൾ ഒരു ബോക്സ് ഓവർകം ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിൽ വല്ല സ്വെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് പാർക്കർ ചെയ്യാൻ മെയിനായിട്ട് ഒരു പെയർ ഓഫ് ഷൂസ് മാത്രം മതി. ആൻഡ് പാർക്കർ ഷൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ വരുന്നത് റബ്ബർ ഗ്രിപ്പാണ് ആൻഡ് ഫ്രണ്ടിൽ കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു ഷൂ അതാണ്. ആൻഡ് ആ ഒരു ഷൂസ് മാത്രം മതി നമുക്ക് പാർക്കർ ചെയ്യാമെന്നാണ് പറയുന്നത്. ആൻഡ് പാർക്കറിൻ്റെ കോസ്റ്റ്യൂംസ് എങ്ങനെയാണെന്ന് വരുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ബാഗി പാൻസ്, അതേപോലെ തന്നെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബാഗി പാൻസ് ആൻഡ് നോർമൽ ടീഷർട്ട്, ഇതാണ് നമുക്ക് വെയറബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇപ്പം ലൈക്ക് അത്ലറ്റ്സ് പല ടൈപ്പ് ഓഫ് വെയറബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡ്രസ്സ് വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ, ഏത് ഡ്രസ്സിലും കംഫർട്ടബിൾ ആണോ നിങ്ങൾക്ക് പാർക്കർ ചെയ്യാം. ഫുഡിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് സപ്ലിമെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി ഫിറ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ ഫാറ്റ് ആണെങ്കിൽ ഇപ്പോൾ സ്ലിം ആവണം അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ വെച്ചിട്ട് പാർക്കർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യണമെങ്കിൽ, കുറച്ചുകൂടി ഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സപ്ലിമെന്റ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പം നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. ലൈക്ക് ഇപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നവർ തന്നെ പല ആൾക്കാരും ചിലപ്പോൾ നാച്ചുറലായിട്ട് ചെയ്യുന്നവരുണ്ട്, സപ്ലിമെന്റ്സ് എടുക്കുന്നവരുണ്ട്. സോ പാർക്കോറിൽ അങ്ങനെ ഒരു സപ്ലിമെന്റ് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നോ ഇല്ല. പക്ഷേ ക്ലീൻ ആയിട്ട് ഈറ്റ് ചെയ്യുക, അതുപോലെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ബെനിഫിറ്റ്സ് ഓഫ് പാർക്കോർ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ഫുൾ ബോഡി വർക്കൗട്ട്. നമ്മൾ പാർക്കോർ ചെയ്യുമ്പോൾ റണ്ണിങ്, വാൾട്ടിങ്, ക്ലൈംബിങ്, ഫ്ലിപ്പിംഗ് ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെൻറ്റ് മസിൽ ഗ്രൂപ്പ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് പാർക്കോറിനൊരു ഫിറ്റ്നസ് മെത്തേഡായിട്ടും ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊമോട്ട് ക്വിക്ക് തിങ്കിങ് സ്കിൽ. നമ്മൾ പാർക്കോർ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുന്നതാണ്. ബിക്കോസ് നമ്മളൊരു വാൾട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ടൈം ലിമിറ്റിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രെയിനുമായിട്ട് ഇത് കണക്ട് ചെയ്യും. സോ നമ്മുടെ ക്വിക്ക് തിങ്കിങ് സ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. നെക്സ്റ്റ് വൺ ഈസ് നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് കോൺഫിഡൻസ്. സോ നമ്മൾ പാർക്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്ന കുറേ മൂവ്മെൻറ്റ്സ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൺഫിഡൻ്റ് ആവും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹൈറ്റ് പേടിയുള്ള ആളാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു ഹൈറ്റിൽ നിന്നും ജമ്പ് ചെയ്ത് പിന്നെ ഒരു വലിയ ഹൈറ്റിലേക്ക് എത്തി അത് കോൺക്വർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്താണോ അത് നമുക്ക് ത്രൂ പാർക്കറിലൂടെ കിട്ടുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്
ബിൽഡ് കോ സ്ട്രെങ്ത്. നമ്മൾ പാർക്കോർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കോ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യും. ബിക്കോസ് നമ്മൾ പാർക്കോർ ചെയ്യുമ്പം ബെൻഡിങ് ആൻഡ് ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കോറായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് പാർക്കോർ ചെയ്യുമ്പോൾ ഫ്ലിപ്പൊക്കെ ചെയ്യുമ്പോൾ മെയിൻലി കോറാണ് ഫോക്കസ് ചെയ്യുന്നത്, കോറാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് പാർക്കോറിൽ തന്നെ കോർ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ ട്രെയിനിങ് മെത്തേഡ്സും ഉണ്ട്. സോ കോർ നല്ല രീതിയിൽ ബിൽഡ് ആവുന്നതാണ്. പാർക്കോർ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഫോർ മീ, നമ്മൾ പാർക്കോർ ചെയ്യുമ്പം ഫ്രണ്ടിൽ വരുന്ന ഒബ്സ്റ്റക്കിൾ ഓവർകം ചെയ്യുന്ന പോലെ തന്നെ ലൈഫിലൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ, ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അവിടെ സ്റ്റക്ക് ആവാതെ അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓൾസോ പാർക്കോർ ചെയ്യുമ്പം നമുക്ക് സ്ട്രോങ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. Through parkour, one learns to get off their physical and mental barriers with agility and creativity. Limitations are not obstacles, but rather opportunities. So, if you want to get off your limits, being a tracer is a choice. What is parkour, Calicut? Bringing the underrated sport to limelight. Because the answers we received were അറിയില്ല, അറിയത്തില്ല, കേട്ടിട്ടില്ല. സോറി, അറിയില്ല. ഇല്ല. പാർക്കോറോ? അതെന്താ സാധനം? പറഞ്ഞോടാ. കേട്ടിട്ടില്ല. ആക്ച്വലി എനിക്ക് ഇതിനെ പറ്റി എന്താണെന്ന് അറിയില്ല. ഇല്ല, കേട്ടിട്ടില്ല. സോറി, അറിയത്തില്ല. പാർക്കോ അതിന്റെ സംഭവം അറിയില്ല. എന്താ സംഭവം? പാർക്കോ അല്ല ചോദിച്ചത്? പാർക്കോ ഇതുവരെ കേട്ടിട്ടില്ല. ഇല്ല, എനിക്ക് அந்த இடம் பத்தி தெரியாது. പാർക്കോർ ഒന്നും കേട്ടിട്ടില്ല. പാർക്കോർ അറിയില്ല. Even though there is a lot about the sport, it remains unnoticed. It's high time we recognize them. Open your eyes and look around.